ഹലോ, അങ്ങനെ രേഖാചിത്രം കണ്ടു. ജോഫിൻ ടി ചാക്കോ ആണ് ഇതിൻ്റെ സംവിധായകൻ. ജോഫിൻ ടി ചാക്കോ ആണ് പ്രീസ്റ്റ് സംവിധാനം ചെയ്തത്. പ്രീസ്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു പടമാണ്. ഇതും സംവിധാനം ചെയ്തു. ഇനി പടത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ആരെ എഴുതിയെന്ന് പറയാം. ഇതിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതിയത് ജോൺ മന്ത്രിക്കലും രാമു സുനിലാണ്. രാമു സുനിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു തിമിരത്തില്. ജോൺ മന്ത്രിക്കൽ ആൻഡ് മേരി കലിപ്പിലാണല്ലേ റൈറ്ററും കൂടാണ്. നമ്മുടെ മിഥുൻ മാനുവൽ തോമസിൻ്റെ അടുത്ത ആളായിരിക്കാം. ആൻഡ്രോ ജോസഫാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ ഇനി പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറി എന്ന് പറയാം പടം. ഒരു ത്രില്ലർ ഇൻവെസ്റ്റിഗേറ്റീവ് പടം എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഒരു ആവറേജ് പടം. എനിക്കിതിനകത്തൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ത്രില്ലർ എലമെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ സ്ക്രീൻ പ്ലേ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളാം. ലാഗ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഗ് ഇല്ല. പക്ഷേ നമുക്ക് ആ ഒരു ഗുമ്മ കിട്ടില്ല. ഒരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ പടം കാണുന്നൊരു എനിക്ക് കിട്ടിയിട്ടില്ല ഈ പടം കണ്ടപ്പോഴത്തേക്ക്. അപ്പോൾ പടം കൊള്ളത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വൺ ടൈം പോയി കാണാൻ പറ്റുന്നൊരു പടമാണ്. ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ വീഴ്ച ഇതിൻ്റെ മ്യൂസിക്കാണ്. മുജീബ് മജീദാണ് ഇതിൻ്റെ മ്യൂസിക്കിൻ്റെ വീഴ്ച പറയാൻ കാരണം എന്ന് വെച്ചാൽ ത്രില്ലർ എലമെൻറ്റ് വർക്കൗട്ട് ആകണമെങ്കിൽ എല്ലാം കറക്റ്റ് ആയിരിക്കണം. ആ പ്ലോട്ട് കറക്റ്റ് ആയിരിക്കണം, ഡയറക്ഷൻ കറക്റ്റ് ആയിരിക്കണം, ആക്ടിങ് കറക്റ്റ് ആയിരിക്കണം, ഡയലോഗ്സ് കറക്റ്റ് ആയിരിക്കണം. അതേ സമയത്ത് നമ്മളെ ആ പടത്തിനകത്തോട്ട് മുഴുകിയിരുത്താനായിട്ടുള്ള ആ ഒരു മ്യൂസിക്, ആ ഒരു BGM ആ പടത്തിനുണ്ടാവണം. ഇതിനകത്ത് മ്യൂസിക്കിന് വളരെ വീക്ക്നെസ് ഉണ്ടായിരുന്നു. പടത്തിനകത്ത് ഹുക്ക് ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് തോന്നിയില്ല. എസ്പെഷ്യലി നിങ്ങളൊരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ പടമാണെന്ന് പറയുമ്പോഴത്തേക്ക് ആ ത്രില്ലർ എലമെൻറ്റ് എത്രത്തോളം നിങ്ങൾക്ക് വർക്കൗട്ട് ആകണമെങ്കിൽ നമ്മളെ പിടിച്ചിരുത്താനുള്ളൊരു സംഭവം വേണം. നമുക്കങ്ങനെ പിടിച്ചിരിക്കാനോ അല്ലെങ്കിൽ ഈ പടത്തിന് നെക്സ്റ്റ് എന്താണെന്നുള്ളത് നമുക്കൊരു ക്വസ്റ്റ്യൻസ് വരുന്നതേ ഇല്ല മനസ്സിൽ. ബിക്കോസ് ഒരു ഒഴുക്കത്തിൽ പോകുന്നൊരു പടത്തിൻ്റെ ഫുൾ പ്ലോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് ചെന്നപ്പോഴത്തേക്ക് പിന്നെ കുറേ സാധനങ്ങൾ അവിടെ എവിടെയൊക്കെ വിട്ട്, ചില ലോജിക്കൊക്കെ അവിടെ എവിടെയൊക്കെ പ്രശ്നം. പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് പടം പോയി കാണണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഒരാളുടെ കാഴ്ചപ്പാടായിരിക്കത്തില്ല വേറെ ആൾക്കാരുടെ കാഴ്ചപ്പാട്. എനിക്ക് ഈ പടം ഒരു ആവറേജ് ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാനായ ഓഡിയൻസിൻ്റെ ഇപ്പോഴത്തെ ലെവൽ, അതായത് മലയാളം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഇറങ്ങുന്ന കുറേ ത്രില്ലർ പടങ്ങളുടെ ലെവൽ വെച്ച് നോക്കുവാണെങ്കിൽ ആ ഒരു ലെവലിൽ ഈ ഒരു പടം വന്നിട്ടില്ലെന്ന് ഞാൻ 100% പറയുന്നു. ആസിഫിയുടെ കിഷ്കിന്ദ കാണ്ഡം പ്രതീക്ഷിച്ച് നിങ്ങൾ പോകരുത്. ഇത് പഴയ ആ ഒരു ലെവലിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അതായത് ആ പോലീസ് ഓഫീസറിൻ്റെ ആ ഒരു ലെവലിലോട്ട് വന്നിരിക്കുകയാണ്. ഇതിലും ആക്ടിങ് പെർഫോമൻസ് ഒന്നും പറയാനില്ല, നോർമൽ ആക്ടിങ് എന്ന് പറയാം. പിന്നെ അനശ്വർ രാജൻ്റെ ഒരാവശ്യവും ഈ പടത്തിനകത്തില്ലായിരുന്നു. ബിക്കോസ് ഈ റോള് ആർക്കും ചെയ്യാം. ആക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ജഗദീഷ് ഗസ്റ്റ് റോളിൽ വരുന്നുണ്ട്, സിദ്ദിഖ് ഉണ്ട്, അങ്ങനെ കുറേ ആക്ടേഴ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഈ പടം വൺ ടൈം വാച്ച് ആണ്. നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണണമെങ്കിൽ കാണാം. ഈ പടങ്ങളൊക്കെ OTTയിൽ കാണേണ്ട ആ ഒരു ലെവലിലേ ഉള്ളെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ പടത്തിന് 5 ഒരു 3 റേറ്റ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത റിവ്യൂ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ. പറ്റുമെങ്കിൽ ഒന്ന് ഫോളോയും സബ്സ്ക്രൈബും ചെയ്തേക്കുക.